ക്യാരറ്റും ബീറ്റ്റൂട്ടും ചേർത്തൊരു മിക്സഡ് തോരനാണ് ഇന്നുണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു വലിയ ബീറ്റ്റൂട്ടിൻ്റെ പകുതിയും ഒരു ക്യാരറ്റും ഒരു മീഡിയം സൈസ് സവാളയും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ചെറുതായി ചോപ്പ് ചെയ്തെടുക്കണം. ആദ്യം ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് വെച്ചു. അതിനുശേഷമാണ് ചോപ്പറിലിട്ട് ഒന്നുകൂടി ചെറുതാക്കി ചോപ്പ് ചെയ്തെടുക്കുന്നത്. വലിയ ചങ്ക്സ് ആയിട്ട് കിടക്കുവാണെങ്കിൽ ബ്ലേഡ് സ്റ്റക്ക് ആവും. ഒരു ചട്ടി ചൂടാക്കി അതിൽ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കടുകിടാം. കടുക് നല്ലതുപോലെ പൊട്ടിക്കഴിഞ്ഞ് നല്ല ജീരകം ഇടണം. അതിനുശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ഇടാം. ഇനി ഉണക്കമുളകും കറിവേപ്പിലയും ഇടാം. അതിനുശേഷമാണ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർക്കുന്നത്. സവാള നല്ലതുപോലെ വഴറ്റിയെടുക്കണം. കളർ ചേഞ്ച് വരുന്നത് വരെ വഴറ്റണം. ഫ്ലെയിം ഞാൻ ഒരല്പം കൂട്ടിക്കൊടുത്തു. ഇതുപോലെയൊക്കെ ചെയ്തെടുക്കുവാണെങ്കിൽ ഈ തോരൻ പെട്ടെന്ന് കേടാകാതെ ഇരിക്കും. ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ രാവിലെ ഉണ്ടാക്കുന്ന തോരൻ വൈകിട്ടെടുത്താലും ഫ്രഷ് ആയിട്ട് തോന്നും. ഇത്രയും ആയാൽ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും മഞ്ഞൾപ്പൊടിയും ചേർക്കാം. പച്ചമുളകിട്ടു. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ തേങ്ങയുടെ മിക്സ് ഏകദേശം ഒന്ന് ഡ്രൈ ആകുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഈ തേങ്ങ ചേർക്കുന്ന കറികളൊക്കെ സാധാരണ അങ്ങനെ കൂടുതൽ ഇരിക്കാറില്ല. അതുകൊണ്ടാണ് ഇതുപോലെ കുറച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കണം എന്ന് പറയുന്നത്. എരിവിന് പച്ചമുളക് മാത്രമേ ഇവിടെ ചേർക്കുന്നുള്ളൂ. ഇനി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ബീറ്റ്റൂട്ടും ക്യാരറ്റും അതിലേക്കിടാം. തോരൻ ആയതുകൊണ്ടാണ് ഇതേമാതിരി ചോപ്പ് ചെയ്തെടുക്കുന്നത്. ചങ്ക്സ് ആയിട്ട് കിടക്കുവാണെങ്കിൽ കൊള്ളത്തില്ല. ആവശ്യമായ ഉപ്പ് ഇപ്പോഴാണ് ചേർക്കുന്നത്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഞാൻ വെള്ളമൊന്നും തളിക്കുന്നില്ല. ഈ വെജിറ്റബിൾസിൽ നിന്നും ആവശ്യത്തിന് വെള്ളം റിലീസാകും. അതിൽ കിടന്നത് കുക്കായിക്കോളൂ. വെള്ളം ഒഴിച്ചു കൊടുത്താൽ ആ തോരൻ്റെ ടെക്സ്ചർ തന്നെ മാറിപ്പോകും. മാത്രമല്ല പെട്ടെന്ന് ചീത്തയായി പോവുകയും ചെയ്യും. മിക്സിങ് കഴിഞ്ഞാൽ ആ ചട്ടിയുടെ സെൻറ്ററിലേക്ക് എല്ലാം ഒന്ന് ഒതുക്കി വെക്കണം, സാധാരണ ചെയ്യുന്നത് പോലെ. അതിനുശേഷം ഇതേമാതിരിയുള്ള ഒരടപ്പ് വെച്ച് അടയ്ക്കണം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് അതൊന്ന് ഓപ്പൺ ചെയ്യണം. ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് കരിഞ്ഞു പിടിക്കും. നമ്മൾ വെള്ളമൊന്നും തളിക്കുന്നതല്ലല്ലോ. അതിനുശേഷം പഴയതുപോലെ വീണ്ടും സെൻറ്ററിലേക്ക് ഒതുക്കി വെക്കണം. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന തോരൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഒപ്പീനിയൻ അറിയിക്കുകയും വേണം. ഒന്നുകൂടി അടച്ചു വയ്ക്കാം. സിമ്മറിലിരുന്ന് അത് വേകട്ടെ. 3 മിനിറ്റിന് ശേഷം ഒന്നുകൂടി ഓപ്പൺ ചെയ്യാം. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടിക്കൊടുക്കണം. അതിനുശേഷം 1 മിനിറ്റ് ഒന്ന് ക്വിക്ക് സ്റ്റർ ഫ്രൈ ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഈർപ്പമുണ്ടെങ്കിൽ അതുകൂടി പോയി കിട്ടും. നല്ല ഉഷാർ തോരനായിരിക്കും. വെള്ളമൊക്കെ ഒഴിച്ചെടുക്കുവാണെങ്കിലുണ്ടല്ലോ ഒരുമാതിരി മണക്കൂസ് തോരനായി പോവും. അങ്ങനെ ക്യാരറ്റും ബീറ്റ്റൂട്ടും ചേർത്തിട്ടുള്ള മിക്സഡ് തോരൻ റെഡിയായി കഴിഞ്ഞു. ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം.